നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ രാജ്യാന്തര സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യാന്തര യാത്രക്കാർക്കുള്ള കോവിഡ് നിബന്ധനകളിൽ സൗദി അറേബ്യ ഇളവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് സൗദിയ എയർലൈൻസ് ഞായറാഴ്ച സർവീസ് പുനരാരംഭിച്ചിരുന്നു. ഈ ആഴ്ച മാത്രം സൗദിയ കൊച്ചിയിൽ നിന്ന് 3 സർവീസുകൾ നടത്തും. ഇളവുകളൊക്കെ പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് പ്രവേശനം ആർക്കൊക്കെ, യാത്രയ്ക്ക് മുൻപ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രവാസികളായ പലരുടെയും മനസ്സിൽ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അത്തരം സംശയങ്ങളെല്ലാം ഒരു പരിധിവരെ ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗദിയിൽ നിന്ന് വിടുന്നതിന് മുൻപ് കോവിഡ് വാക്സിൻ 2 ഡോസ് സ്വീകരിച്ച താമസ പെർമിറ്റ് ഉള്ളവർക്ക്, അതായത് ഇഖാമയും സാധുവായ എക്സിറ്റ് റീ എൻട്രി വിസയും ഉള്ളവർക്ക് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കും. അപ്പോൾ സൗദിയിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച ആശങ്ക മാറിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുകൂടി പരിശോധിക്കാം. 1. ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപ് സൗദിയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചുവെന്ന് തവക്കൽന മൊബൈൽ ആപ്പ് വഴി ഉറപ്പാക്കണം. ബോർഡിങ്ങിന് 72 മണിക്കൂർ മുമ്പെടുത്ത RT-PCR നെഗറ്റീവ് റിപ്പോർട്ട്, ഇത് ICMR അംഗീകൃത ലാബിൽ നിന്നാവുകയും QR കോഡ് ഉണ്ടാവുകയും വേണം. 3. മുഖീം വെബ്സൈറ്റിൽ ഇമ്മ്യൂണൈസേഷൻ ഡാറ്റ രജിസ്റ്റർ ചെയ്യണം. ഇതിനായി സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ കയറുക. അപ്പോൾ സൗദി യാത്രയ്ക്ക് മുമ്പ് പ്രവാസികളെല്ലാം തന്നെ ഈ നിബന്ധനകൾ പാലിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം സെപ്റ്റംബർ 2 മുതൽ ഇൻഡിഗോ സൗദി വിമാന സർവീസ് നടത്തും. അന്താരാഷ്ട്ര തലത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിലെ വർധന കൊച്ചി വിമാനത്താവളത്തിൽ പ്രതിഫലിച്ചു തുടങ്ങി. കൂടുതൽ സർവീസുകൾ തുടങ്ങാൻ വിവിധ വിമാന കമ്പനികളുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഗൾഫ് മേഖലയിലേക്ക് കൊച്ചിയിൽ നിന്ന് കൂടുതൽ സർവീസുകൾക്ക് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നിരവധി വിമാന കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സുഗമമായി യാത്ര ചെയ്യാൻ നടപടികൾ സിയാൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.